താമരശ്ശേരി ചുരത്തിലെ 9ാം വളവിലെ വ്യൂ പോയിന്റിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ പ്രദേശത്ത് മാലിന്യങ്ങളുടെ വൻ കൂമ്പാരം. ദിവസേന സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വയനാട് ജില്ലയിലെത്തി മടങ്ങുന്ന വലിയൊരു വിഭാഗം സഞ്ചാരികളും ചുരത്തിലെ വ്യൂ പോയിന്റിൽ സമയം ചെലവഴിച്ചാണ് മടങ്ങുന്നത്. പ്രദേശത്ത് മാലിന്യ സംസ്കരണ ബാസ്ക്കറ്റ് ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സഞ്ചാരികളിൽ പലരും അതിലൊന്നും വേസ്റ്റ് നിക്ഷേപിക്കാതെ പാതയോരത്തും ചുരത്തിലെ താഴ്വാരങ്ങളിലേക്കും വലിച്ചെറിയുന്ന പ്രവണതയാണ് നിലവിലുള്ളത്. ഞാനൊരു സഞ്ചാരിയാണ്. ഒന്ന് വാഹനം നിർത്തി ചുരത്തെ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇറങ്ങുമ്പോൾ ആസ്വദിക്കാനുള്ള ആ ഒരു കാഴ്ചപ്പാട് ഇല്ലാതെയായി. നോക്കൂ, നിങ്ങൾ തന്നെ നോക്കൂ. എന്തിനേറെ പറയുന്നു താഴെ. ഞാൻ തന്നെ ശരിക്കും അതിശയപ്പെട്ടു പോയി. കാരണം വയനാട് ചുരത്തിന് ഇങ്ങനത്തെ ഒരു അവസ്ഥയോ? ഇതിനായി വേണ്ടത് ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങുന്ന സഞ്ചാരികൾക്ക് ഭരണകൂടം കൃത്യമായ മാർഗനിർദ്ദേശം നൽകി വേസ്റ്റ് എങ്ങനെ സംസ്കരിക്കണമെന്ന് ബോധവൽക്കരണം നൽകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ചുരം വ്യൂ പോയിന്റിൽ വർദ്ധിച്ചു വരുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശത്തെത്തുന്ന സഞ്ചാരികളുടെ ആവശ്യം. ന്യൂസ് 1 ലക്കിടി.